വെൽക്കം ബാക്ക് ടു ലൈഫ് കെമിസ്ട്രി. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് എങ്ങനെയാണ് സോളിഡ് ഖരാവസ്ഥയിൽ താപം പ്രേഷണം ചെയ്യുന്നത് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പഠിച്ചു അല്ലെ. കണ്ടക്ഷൻ അഥവാ എന്തായിരുന്നു, ചാലനം എന്താന്ന് പഠിച്ചു. അതുപോലെ ആയിരിക്കോ ഈ ലിക്വിഡിലും ഗ്യാസസിലും ഒക്കെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവുക? ആയിരിക്കോ? നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള കുറച്ച് സെറ്റപ്പ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? രണ്ട് ഒരേ ഡയമീറ്ററിലുള്ള അല്ലെങ്കിൽ ഒരേ വാവട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ജാറും രണ്ടാമതായിട്ടൊരു ഗ്ലാസ് ടംബ്ലർ എന്ന് പറഞ്ഞാൽ എന്താ, ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നമ്മളെ സാധാ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയോ? ഇവരില് രണ്ടിലും ഒരേ എമൗണ്ടില് വാട്ടർ എടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ജാറിൽ നമ്മൾ എടുത്തത് കോൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വാട്ടറാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തെ ഗ്ലാസ് ടംബ്ലറിൽ നമ്മൾ എടുത്തിട്ടുള്ളത് ഹോട്ട് ആയിട്ടുള്ള കുറച്ച് ചൂടാക്കിയ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ചൂടാക്കിയ വെള്ളത്തിന് നിങ്ങളൊരു പേർപ്പിൾ കളർ കണ്ടോ, ഒരു വയലറ്റ് പോലെയുള്ള കളർ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? അപ്പൊ ആ വയലറ്റ് പോലെയുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ നമ്മൾ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് KMnO4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ആരാണ്? KMnO4, അതായത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കിയേ, ഈ ആദ്യത്തെ പ്ലാസ്റ്റിക് ജാറിനെ അടച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് വെച്ചിട്ട് നമ്മൾ അതിനെ കവർ ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ നിന്ന് ഇതുപോലത്തെ രണ്ട് ഒരേ വലുപ്പമുള്ള ട്യൂബ്സ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ആ പൈപ്പിനെ നമുക്ക് മേസൺ പൈപ്പ് എന്ന് വിളിക്കാം. മലയാളത്തിൽ മേസൺ പൈപ്പ് എന്ന് തന്നെ കേട്ടോ പറയാം. അപ്പൊ നോക്കിയേ, എന്തിനാണ് ഈ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് യൂസ് ചെയ്തതെന്നല്ലേ? നമുക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പരീക്ഷണം ചെയ്യുമ്പോൾ ആ കളർ എങ്ങോട്ടെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടും ഒരേപോലെയുള്ള നോർമൽ ആയിട്ടുള്ള വെള്ളം എടുത്താൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പേർപ്പിൾ കളറുള്ള ആരെടുത്തു? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു എന്നറിയോ? എന്താ, ഈ കോൾഡ് വാട്ടർ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് ജാറിലുള്ള നോർമൽ വാട്ടർ ഉണ്ട് അല്ലെ, അതുപോലെ രണ്ടാമത്തെ ബീക്കറിൽ ആരുണ്ട്, ടംബ്ലറിൽ ആരുണ്ട്, ഗ്ലാസ്സിൽ ആരുണ്ട്? പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ആരെല്ലാം മിക്സ് ചെയ്തില്ല? ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരെയും കൂടെ കണക്ട് ചെയ്യാൻ ആദ്യത്തെ ജാറിൽ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു മേസൺ പൈപ്പ് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്തു എന്നറിയോ? ഇവിടെ ഹോട്ട് വാട്ടർ വെച്ചിട്ടുള്ള ഹോട്ട് വാട്ടർ വെച്ചിട്ടുള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്ലാസ്സിൽ നിവർത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ എടുത്തിട്ടുള്ള നോർമൽ ആയിട്ടുള്ള കോൾഡ് വാട്ടർ ഉള്ള ഗ്ലാസ്സിന് നമ്മളിങ്ങനെ തല കുത്തനെ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട് എന്നറിയോ? ഇതിങ്ങനെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഹോട്ട് വാട്ടറിലുള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇവരിങ്ങനെ മിക്സ് ആവുകയാണ്. ഈ നോർമൽ വാട്ടറിലേക്ക് വയലറ്റ് കളർ പൊങ്ങി വരുന്നുണ്ട്. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ആരോ ഇങ്ങനെ ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരിക്കുന്നത്. അതായത് ഹോട്ട് വാട്ടറിലുള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ കളറ് കോൾഡ് വാട്ടർ ആയിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് നമ്മൾ കണ്ടു. ഇവിടെ ആരാ നമ്മൾ എടുത്തത്? ലിക്വിഡ് ആയിട്ടുള്ള അല്ലെ, വാട്ടർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, ദ്രാവക രൂപത്തിലുള്ള ലിക്വിഡ് ആണ് അല്ലെ. അപ്പൊ നോക്ക്, ഹോട്ട് ആയിട്ടുള്ള വാട്ടറിൽ നിന്ന് ശ്രദ്ധിക്കണേ, എന്താ സംഭവിച്ചത്? ഹോട്ട് ആയിട്ടുള്ള വാട്ടർ എടുത്തിട്ടുള്ള പൊട്ടാഷ്യം പെർമാംഗനേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലാസ്സിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലുള്ള, അതായത് നോർമൽ ആയിട്ടുള്ള കോൾഡ് വാട്ടർ ആയിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ആ കളർ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ ലിക്വിഡ്സിലാണ് എന്ത് ചെയ്യുന്നത് എന്നറിയോ? ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. ഇവിടെ നമ്മളെടുത്തത് വെള്ളം, ജലം എന്ന് പറയുന്നത് എന്താണ്? ലിക്വിഡാണ്, ദ്രാവകമാണ്. അപ്പൊ ഇവിടെ നടക്കുന്ന ഈ ഒരു താപപ്രേഷണം നടക്കുന്നത് എവിടെയാണ്? ദ്രാവകത്തിലാണ്. എങ്ങനെ നടക്കുന്നത് നോക്കിയേ? ഹോട്ട് ആയിട്ടുള്ള വാട്ടറിലെ ഇതുപോലത്തെ വാട്ടർ മോളിക്യൂൾ അഥവാ ജലത്തിന്റെ തന്മാത്രകള് താഴ്ന്ന താപനിലയിലുള്ള കോൾഡ് വാട്ടറിലേക്ക് ഇങ്ങനെ പ്രേഷണം ചെയ്യാണ്. അപ്പൊ അങ്ങനെ നടക്കുന്ന ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കാന്നറിയോ? കൺവെക്ഷൻ എന്ന് വിളിക്കാം. എന്തെന്ന് വിളിക്കാം? കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് സംവഹനം എന്ന് പറഞ്ഞാൽ, കൺവെക്ഷൻ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പാർട്ടിക്കിൾസിൽ അല്ലെങ്കിൽ ലിക്വിഡ് ആയിട്ടുള്ള ആളുകളിൽ നടക്കുന്ന ഹീറ്റിന്റെ ട്രാൻസ്ഫർ, താപത്തിന്റെ പ്രേഷണത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സംവഹനം അഥവാ കൺവെക്ഷൻ എന്ന് പറയുന്നത്. എന്താ വിളിക്കുന്നത്? കൺവെക്ഷൻ എന്ന് നമ്മൾക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? വിളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ സോളിഡിൽ നടക്കുന്നത് ഏതായിരുന്നു? കണ്ടക്ഷൻ ആയിരുന്നു. കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ചാലനമായിരുന്നു.
പറയുന്നു. എന്നാൽ ലിക്വിഡിൽ നടക്കുന്നത് എന്താണ്? സംവഹനം അഥവാ കൺവെക്ഷൻ ആണ്. അപ്പൊ ഇനി ഗ്യാഷ്യസ് ആയിട്ടുള്ള ആളുകളിലും കുറിച്ചും കൂടെ നോക്കാനില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് വേറൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നതാണ്. ഇതാ നോക്കിക്കോ, എന്താ ചെയ്തിട്ടുള്ളത് എന്ന് വെച്ചാല്